ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പ്രധാനമായും സ്വർണം ഇറക്കുമതി യുഎഇയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സ്വർണത്തിന് വൻ ക്ഷാമത്തിന് വഴിവെച്ചേക്കുമെന്നാണ് സൂചന. പൊന്നിനെന്നും പൊന്നും വിലയാണ്. അത് കേവലം ആഭരണം എന്നതിലുപരി തലമുറകളിലേക്ക് കൈമാറുന്ന സമ്പാദ്യമായി ഏവരും ഇന്നു കാണുന്നുണ്ട്. ഓരോ തരി പൊന്നും എത്ര നാൾ കാത്തുസൂക്ഷിക്കുന്നു, അത്രയും ഇരട്ടിയായി അതിന്റെ മൂല്യവും കൂടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സ്വർണ്ണഭ്രമം അത് എത്ര കാലം കഴിഞ്ഞാലും അതേപടി തുടരുകയാണ്. മറ്റേതു സമ്പാദ്യം നൽകുന്നതിലേറെ മൂല്യം സ്വർണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നൽകിയിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും സ്വർണത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കേവലം ഒരു നിക്ഷേപം എന്നതിലുപരി സ്വർണം ഇന്ത്യക്കാരുടെ പാരമ്പര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അടയാളം കൂടിയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിലും പണപ്പെരുപ്പത്തിനെതിരായ ഒരു പ്രതിരോധ മാർഗമായും ഇന്ന് എല്ലാവരും സ്വർണത്തെ കാണുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം സ്വകാര്യമായി കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യ ആഭ്യന്തരമായി സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. രാജ്യത്തിന് ആവശ്യമായ സ്വർണം ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. യുഎഇയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നുമൊക്കെയാണ് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോഴിതാ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎഇ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. ദുബായ് വഴിയുള്ള സ്വർണം, അസംസ്കൃത വജ്രം എന്നിവയുടെ ഇന്ത്യയിലേക്കുള്ള വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യം രാജ്യത്തെ സ്വർണത്തിന് വൻ ക്ഷാമത്തിന് വഴിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കനത്തതോടെ ഇറാൻ, ഇസ്രയേൽ, ഇറാഖ്, ജോർദാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, യുഎഇ എന്നീ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചാണ് ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നത്. ഈ നടപടി ശരിക്കും പറഞ്ഞാൽ വ്യോമചരക്ക് നീക്കത്തെ വലിയ തരത്തിലാണ് ബാധിച്ചത്. സ്വർണത്തിന്റെ കാര്യത്തിൽ സ്വിറ്റ്സർലാൻഡിന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ഉറവിടം ദുബായാണ്. ഇന്ത്യയുടെ വാർഷിക സ്വർണ്ണ ഇറക്കുമതിയുടെ 50% മുതൽ 60% വരെ, അതായത് ഏകദേശം 800 മുതൽ 850 ടൺ ദുബായ് വഴിയാണ് സ്വർണം എത്തുന്നത്. മാത്രമല്ല രാജ്യത്തിന്റെ കയറ്റുമതി അധിഷ്ഠിത ആഭരണ മേഖലയ്ക്കും ഇപ്പോഴത്തെ ക്ഷാമം തിരിച്ചടി നൽകിയേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ സ്വർണ്ണവില ഇനിയും കേരളത്തിൽ ഉയരാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. നീണ്ട വ്യോമാതിർത്തി അടച്ചിടൽ ചിലവേറിയ കടൽ വഴികളെയോ ഹോങ്കോങ് പോലുള്ള ബദൽ കേന്ദ്രങ്ങളെയോ ആശ്രയിക്കാനാണ് നിർബന്ധിതമാക്കുന്നത്. അങ്ങനെ വന്നാൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് വിദഗ്ധർ. വ്യോമാതിർത്തി തുറക്കാനും വിതരണം സുസ്ഥിരമാകാനും നയതന്ത്ര ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യവും വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് വഴിമാറാനുള്ള സാധ്യതയുമുണ്ട്. ഊർജ്ജ വിതരണം, വ്യാപാര പാതകൾ, സാമ്പത്തിക വിപണികൾ എന്നിവയിലെ തടസ്സങ്ങൾ ഇതിനകം തന്നെ അതിനുള്ള സൂചനയുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ അതീവ ഗൗരവമുള്ളതാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.